അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് തൻ്റെ 40-ാമത്തെ വയസ്സിലാണ്. നീണ്ട 20 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇസഹാക്കിന് ദൈവം കുഞ്ഞുങ്ങൾ നൽകിയത്. ചില നാളുകൾ കഴിഞ്ഞിട്ടും തലമുറയില്ലാത്തത് കൊണ്ട് റിബേക്കയ്ക്ക് സമൂഹം നൽകിയ ഒരു പേരാണ് മച്ചി. അതൊരു നിന്ദയാണ്. അവൾ ആ നിന്ന 20 വർഷം ചുമന്നു. പ്രിയപ്പെട്ടവരെ, ആ നിന്ന അവൾ ചുമക്കുമ്പോഴും അവൾ യഹോവയോടുള്ള ഭക്തി മുറുകെ പിടിച്ചു. മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം യഹോവ നൽകുന്ന പ്രതിഫലമാണ്. പ്രിയപ്പെട്ടവരെ, സമൂഹം നിങ്ങളെ നിന്ദിക്കുന്നുണ്ടോ? നാളുകളായി കാത്തിരുന്നിട്ടും ഒരു മറുപടി കിട്ടാതെ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ യഹോവയുടെ മുഖത്തേക്ക് നോക്കണം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അതെ, ഈ നിന്ദയുടെ നടുവിലും നിങ്ങൾ യഹോവ ഭക്തി മുറുകെ പിടിക്കണം. അങ്ങനെ മുറുകെ പിടിച്ച് റിബേക്ക കണ്ടത് 2 ആൺമക്കളെയാണ്. ദൈവം നിങ്ങളോട് കരുണ കാണിക്കും. ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ക്ഷമയോടെ കാത്തിരിക്കുക. പ്രിയപ്പെട്ടവരെ, 2 മക്കൾ പുറത്തു വന്നു. മൂത്തവൻ്റെ പേര് ഏശാവെന്നാണ്. അവൻ വേട്ടക്കാരനാണ്, സമർത്ഥനാണ്, വനസഞ്ചാരിയാണ്. ഇളയവൻ്റെ പേര് യാക്കോബ് എന്നാണ്. അവനൊരു സാധുശീലനാണ്, കൂടാരവാസിയാണ്. പ്രിയപ്പെട്ടവരെ, മൂത്തവൻ വേട്ടയിൽ സമർത്ഥനായിരുന്നതുകൊണ്ട് അവനെ അപ്പൻ സ്നേഹിച്ചു. റിബേക്ക യാക്കോബിനെ സ്നേഹിച്ചു. സാമർഥ്യമുള്ള മകനോട് അപ്പനൊരു വാത്സല്യവും സ്നേഹവും ഉണ്ടായിരുന്നു. അമ്മ യാക്കോബിനെ സ്നേഹിക്കുകയാണ്. ഇവിടെ ഇങ്ങനെയാണ്. സാമർഥ്യമുള്ളവരോടൊരു പ്രത്യേക പരിഗണന വന്നേക്കാം. ചിലരോട് ഇഷ്ടക്കൂടുതലും ഇഷ്ടക്കുറവുമൊക്കെ ഇവിടെ കണ്ടേക്കാം. എന്നാൽ നമ്മുടെ ദൈവം അങ്ങനെയല്ല കേട്ടോ. അവന് മുഖപക്ഷമില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിപ്പാൻ അവൻ എല്ലാവരെയും സ്നേഹിച്ചു. ഒരുപോലെ സ്നേഹിച്ചു. എല്ലാവർക്കും വേണ്ടി മരിച്ചു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു. എല്ലാവർക്കും വേണ്ടി രക്തം ചിന്തി. നമ്മുടെ ദൈവത്തെ പോലെ ആരുമില്ല. അവന് തുല്യമായി ആരുമില്ല. മനുഷ്യരിൽ നാം മുഖപക്ഷം കാണുന്നു, കുറവുകൾ കാണുന്നു. എന്നാൽ ദൈവം മാറ്റമില്ലാത്തവനാണ്. അവനോട് തുല്യനായി ആരുമില്ല. നിങ്ങളെ ഇവിടെ ആരൊക്കെ സ്നേഹിച്ചില്ലേലും, ആരൊക്കെ അവഗണിച്ചാലും, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ്റെ സ്നേഹം നിത്യമാണ്. ഇന്നലെ എങ്ങനെ സ്നേഹിച്ചോ അതുപോലെ തന്നെ ഇന്നും സ്നേഹിക്കുന്നു, അവസാനത്തോളം സ്നേഹിക്കും. ഇന്നലെ സ്നേഹിച്ചപ്പോൾ എങ്ങനെയായിരുന്നു എന്നാണ് തിരുവെടുത്ത് വെളിപ്പെടുത്തുന്നറിയാമോ? ഇന്നലെ നാം നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അല്പം പോലും നന്മ ഉണ്ടായിരുന്നില്ല. വചനം പറയുന്നു, ഇന്നലെ നാം ശത്രുക്കളായിരുന്നു, പാപികളായിരുന്നു. ഇന്നലെ ദോഷികളായിരുന്നു, വെറുക്കപ്പെട്ടവരായിരുന്നു. എന്നിട്ടും അവൻ നമ്മെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന് ഇന്നും കുറവ് വന്നിട്ടില്ല. നാളെയും കുറവ് വരികയില്ല. ഇന്നെന്തെങ്കിലും നല്ലത് ചെയ്തു എന്ന് കരുതി ഇന്നൊരു പ്രത്യേക സ്നേഹമുണ്ടാകും എന്നൊന്നും ചിന്തിക്കേണ്ട. ഇന്നലെ ആരും നിന്നെ സ്നേഹിക്കാൻ ഇല്ലാതിരുന്ന സ്ഥാനത്ത് നിന്നെ ചേർത്ത് പിടിച്ച സ്നേഹത്തിന് ഒരു നാളും കുറവുണ്ടാകുകയില്ല. അവൻ നിന്റെ യോഗ്യത കണ്ടൊന്നുമല്ല സ്നേഹിച്ചത്. അവന് നിന്നോട് കരുണ തോന്നിയതാണ്. ആ സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് മുട്ടുകുത്താം. ഇന്ന് പകൽ 2 സന്ദേശം ദൈവം തരുന്നു. 1, അവൻ നിന്റെ നിന്ന കാണുന്നുണ്ട്. അതിനെ ഉരുട്ടിക്കളയുന്ന സമയങ്ങൾ വിദൂരമല്ല. 2, സ്നേഹിക്കാൻ ആരുമില്ല എന്നോർത്ത് ഭാരപ്പെടണ്ട. നിന്നെ സ്നേഹിക്കുന്നൊരു പിതാവുണ്ട്. വചനത്തെ ഏറ്റെടുക്കാം.
ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.